الحمد لله الحمد لله الذي أنزل على عبده الكتاب ولم يجعل له عوجا وصلى الله على محمد وعلى آله وصحبه أجمعين. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إن هذا القرآن يهدي للتي هي أقوم ويبشر المؤمنين الذين يعملون الصالحات أن لهم أجرا كبيرا. وقال نبينا محمد صلى الله عليه وسلم خيركم من تعلم القرآن وعلمه. ഏറെ സ്നേഹാദരണീയരായ വെളിച്ചം യൂറോപ്പ് സംഘാടകരെ, അതുമായി സഹകരിക്കുന്ന സഹോദരീ സഹോദരങ്ങളെ, ഇന്നത്തെ നമ്മുടെ ഈ പ്രോഗ്രാമില് യൂറോപ്പിന്റെ പല ഭാഗത്തു നിന്നും ഓൺലൈനിൽ സംഗമിച്ചിരിക്കുന്ന സഹോദരീ സഹോദരന്മാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹത്താൽ ഒരു റമദാൻ നമുക്ക് തണലിടുകയാണ്. അൽഹംദുലില്ലാഹ്. ഒരുപാട് നാളത്തെ നിരന്തരമായ പ്രാർത്ഥനയുടെ ഉത്തരം എന്ന നിലയിൽ നിങ്ങൾ യൂറോപ്പുകാര് ഇന്ന് തന്നെ നോമ്പിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞു. ഇൻഷാ അല്ലാഹ് നമ്മുടെ നാട്ടില് നാളെയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല റമദാനിന്റെ എല്ലാ സുകൃതങ്ങളും വാരിക്കൂട്ടുവാൻ, ഒരു പുതുജന്മം എടുക്കുവാൻ നമുക്കെല്ലാം തൗഫീഖ് നൽകുമാറാവട്ടെ. ഖുർആനും റമദാനുമാണ് നമ്മുടെ വിഷയം. ഈ സന്ദർഭത്തിൽ ഏറെ പ്രസക്തമാണ് ഈ സബ്ജക്റ്റ്. നേരത്തെ നമ്മൾ കേട്ട ഖുർആൻ സൂക്തമുണ്ടല്ലോ, ആ സൂക്തം ഖുർആനിനെയും റമദാനിനെയും പരസ്പരം ബന്ധിപ്പിക്കുന്നതായിരുന്നു. ഷഹ്റു റമദാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ. റമദാൻ മാസം ഖുർആൻ അവതീർണമായ മാസമാണ്. ഖുർആൻ റമദാനിനെ പരിചയപ്പെടുത്തുന്ന ഏക ശൈലിയാണിത്. ഖുർആൻ അവതരിച്ച മാസമാണ് റമദാൻ. ഏറെ അനുഗ്രഹീതമായ രാവിലാണ് നാം ഇതിനെ അവതരിപ്പിച്ചത്. ഏറെ മഹത്വമുடைய രാവിലാണ് അവതരിപ്പിച്ചത് എന്നും ഖുർആൻ രണ്ടിടങ്ങളിൽ പിന്നെയും പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ വിശിഷ്ട മാസത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ഖുർആനുമായുള്ള ചർച്ച ഏറെ പ്രസക്തമായി തീരുന്നു. ഖുർആനും വിശ്വാസിയും തമ്മിലുള്ള ബന്ധം എന്താണ്? ഖുർആനും ജീവിതവുമായിട്ട് എങ്ങനെ കണക്ട് ചെയ്യാൻ കഴിയും എന്ന നിലയ്ക്കുള്ള അന്വേഷണം തീർച്ചയായിട്ടും വളരെ പ്രസക്തമാണ് എന്ന് മനസ്സിലാവും. ഖുർആനിനോടുള്ള സമുദായത്തിന്റെ സമീപനം എന്താണ്? അതിനെ വ്യത്യസ്തമായ രൂപത്തിൽ പണ്ഡിതന്മാർ നിരീക്ഷിക്കുന്നുണ്ട്. നമുക്ക് ഒന്നിച്ച് എല്ലാവരും കൂടെ ഒരു കടൽക്കരയിലേക്ക് പോയാലോ, ഒരു ബീച്ചിലേക്ക്? എങ്ങനെയാണ് ബീച്ചിനെ നമ്മൾ സമീപിക്കുന്നത്, അനുഭവിക്കുന്നത്? പലരും പല വിധത്തിലായിരിക്കും അല്ലെ. ചിലര് കരയിൽ നിന്നിട്ട് ഇങ്ങനെ കടലേന്ന് നോക്കി നിൽക്കും, വല്ലാത്തൊരു കൗതുകമാണ്. വേറെ ചിലർ എന്താ ചെയ്യാന്നറിയോ? അവര് കടൽക്കരയിൽ നിന്ന് കപ്പലണ്ടിയോ അതുപോലെ കുറിക്കാൻ പറ്റുന്ന വല്ലതും വാങ്ങിച്ചിട്ട് അതിങ്ങനെ കുറിച്ചുകൊണ്ട് നാട്ടുവർത്താനം പറയുന്നുണ്ടാവും. അവര് കടലിനെ ശ്രദ്ധിക്കുന്നേ ഇല്ല. വേറെ ചിലർ എന്താ ചെയ്യാ? അവര് കടൽ തീരത്തേക്ക് ചെന്നിട്ട് തിരയുമായിട്ട് സല്ലപിക്കും. എന്ന് പറഞ്ഞാല്
കാലിലെ പെരുവിരൽ കൊണ്ട് മണലിൽ ചിത്രം വരച്ചിട്ട് തിര അത് മായ്ച്ചു കളയുന്നത് കണ്ട് രസിക്കും. ആ സമയത്ത് അവരെന്ത് ചെയ്യുമെന്നറിയോ? അവര് തിര ഇങ്ങോട്ട് വരുമ്പോൾ ഓടിക്കയറും. കാരണം കാല് നനയും, ഡ്രസ്സ് നനയും. തിര അങ്ങോട്ട് പോകുമ്പോൾ പിന്നാലെ അങ്ങോട്ട് ചെല്ലും. അല്ലേ? നല്ല രസമുള്ളൊരു കളിയാണ്. നമ്മുടെ കുട്ടിക്കാലം നമുക്ക് ഓർമ്മ വരും. ചിലരെന്താ ചെയ്യാന്നറിയോ? ഇക്കരെ നിന്ന് അക്കരെ വരെ നീന്തും. സാഹസികരാണ് അവര്. എന്നാൽ അപൂർവം ചിലര് കടലിന്റെ ആഴങ്ങളിലേക്ക് ഊളിയിട്ട് മുത്തും പവിഴവും വാരിയെടുക്കും. ഈ കൂട്ടത്തിൽ ആരാണ് നമ്മൾ? ഇതാണ് ഏറ്റവും പ്രസക്തമായൊരു ചോദ്യം. ആരാണ്? വെറുതെ കൗതുകപ്പെടുന്നവരാണോ? അല്ലെങ്കിൽ കപ്പലണ്ടി കുറച്ചുകൊണ്ട് നാട്ടുവർത്തമാനം പറഞ്ഞ കടലിനെ ശ്രദ്ധിക്കാതിരിക്കുന്നവരാണോ? അതുമല്ലെങ്കിൽ തിരയുമായി സല്ലപിക്കുന്നവരാണോ? അതുമല്ല അക്കരെ വരെ നീന്തുന്നവരാണോ? ഇനി ആഴങ്ങളിലേക്ക് ഊളിയിട്ട് മുത്തും പവിഴവും വാരുന്നവരാണോ? ഈ ഉപമയെ നമുക്ക് ഇനി ഖുർആനിലേക്ക് കൊണ്ടുപോകാം. ഖുർആൻ അറിവിന്റെ പാരാവാരമാണ്. അതുകൊണ്ട് തന്നെ ഈ ഉപമയെ അങ്ങോട്ട് ചേർത്ത് വെച്ച് നോക്കും. നമ്മുടെയൊക്കെ വീട്ടില് സുന്ദരമായ ഷെൽഫുകളുണ്ട്, കണ്ടില്ലേ? ഈ ഷെൽഫിലൊക്കെ നിറയെ ഗ്രന്ഥങ്ങളാണ്. അതിൽ ഖുർആനും ഉണ്ടാകും. ഇങ്ങനെ ഖുർആൻ നിറഞ്ഞ ഷെൽഫിലേക്ക് നോക്കിയിട്ട് അത്ഭുതപ്പെടും. ഇത് ആദ്യത്തെ ഹജ്ജിന് പോയപ്പോൾ കൊണ്ടുവന്നാണ്, മറ്റേത് ഉംറക്ക് പോയപ്പോൾ കൊണ്ടുവന്നാണ് എന്നൊക്കെ പറയും, അല്ലേ? എന്നിട്ട് നേരെ എതിർവശത്ത് സോഫയിലേക്ക് തിരിഞ്ഞിരിക്കും നമ്മൾ. പല കൗതുകങ്ങൾ പറയും ഖുർആനെ കുറിച്ച്. ഒരു ഇഞ്ച് വലിപ്പമുള്ളത്, സ്വർണലിപിയിൽ രേഖപ്പെടുത്തപ്പെട്ടത്, മനോഹരമായ കാലിഗ്രാഫി സ്റ്റൈലില് ഡിസൈൻ ചെയ്തത് എന്നൊക്കെ നമ്മൾ പറയും. കൗതുകമാണ് ഖുർആൻ, കടല് പോലെ. എന്നാൽ മറ്റു ചിലരെങ്ങനെ സോഫയിലിരുന്ന് ഈ ഷെൽഫുണ്ടല്ലോ അതിന്റെ എതിർവശത്തേക്ക് തിരിഞ്ഞിരുന്നിട്ട് നാട്ടുവർത്താനം പറയാണ്. അവർ ഈ ഖുർആനുള്ള ഷെൽഫിനെ ശ്രദ്ധിക്കുന്നേയില്ല. അങ്ങനെയാണ് പലപ്പോഴും. അതേ സമയത്ത് മറ്റു ചിലര് അക്കരെ വരെ നീന്തും. അവര് ഖുർആൻ മുഴുവൻ മനഃപ്പാഠമാക്കിയ ഹാഫിദുകളാണ്. അൽഹംദുലില്ലാ, മഹാസൗഭാഗ്യമാണത്. എന്നാൽ വേറെ ചിലരുണ്ട്. ആരാന്നറിയോ? അവര് തിരയുമായി സല്ലപിക്കുന്നവരാണ്. ഖുർആനിൽ നിന്ന് അത്യാവശ്യത്തിന് മാത്രം സൂറത്തുൽ ഫാത്തിഹ പഠിച്ചു, എന്നിട്ട് ഓടിക്കയറി, അല്ലേ? കാല് നനയാതെ ഓടിക്കയറി. പിന്നെ നമസ്കാരത്തിൽ അത്യാവശ്യത്തിന് ഒരു ഇന്ന അഴത്തൈനാക്കയും ഇദാജയും ഖുൽ ഹുവല്ലാഹു ഒക്കെ ഓതുന്ന അവസ്ഥയുണ്ടല്ലോ. ഇങ്ങനെ അത്യാവശ്യം തിരയുമായി സല്ലപിക്കുന്ന അവസ്ഥയിലാണ് ഖുർആനുമായുള്ള ബന്ധം. എന്നാൽ അപൂർവം ചിലര് ആഴങ്ങളിലേക്ക് ഊളിയിട്ട് മുത്തും പവിഴവും വാരിയെടുക്കും. അതുകൊണ്ടാണ് ചോദിച്ചത്, ഇതിൽ നമ്മൾ ഏത് ഗണത്തിലാണ് ഉൾപ്പെടുന്നത്? കപ്പലണ്ടി കുറിക്കാനാണോ ഇഷ്ടം? അല്ലേ? അങ്ങനെയാണ് അധിക പേരും. പിന്നെ തിരയുമായി സല്ലപിക്കുന്നവരായിരിക്കും കൂടുതൽ. യഥാർത്ഥത്തിൽ വിശുദ്ധ ഖുർആനിനെ എങ്ങനെ സമീപിക്കണം എന്നതൊരു വിഷയമാണ്, വളരെ ഗൗരവപ്പെട്ട വിഷയമാണ്. അപ്പോഴാണ് നമുക്ക് ഖുർആനിനെ ജീവിതവുമായിട്ട് കണക്ട് ചെയ്യാൻ കഴിയുള്ളൂ. ഇമാം യൂസുഫ് അൽ ഖർദാവിയുടെ വളരെ പ്രസിദ്ധമായൊരു ഗ്രന്ഥമാണ് കൈഫ നതഅമലു മഅൽ ഖുർആൻ. നാം ഖുർആനുമായിട്ട് എങ്ങനെ ഇടപഴകണം, എങ്ങനെ പെരുമാറണം. അപ്പൊ നമ്മുടെ മനസ്സിൽ നിഷ്കളങ്കമായ ചില ചിന്തകൾ കടന്നു വരും. ഖുർആനിനെ ആദരിക്കണം. ഖുർആൻ ഏറ്റവും മുകളിൽ, പുസ്തകങ്ങൾക്കൊക്കെ മുകളിലേ വെക്കാൻ പാടുള്ളൂ. കഴിയുന്നതും അത് സ്പർശിക്കുമ്പോൾ വുളു ഉണ്ടായിരിക്കല് അഭികാമ്യമാണ് എന്നൊക്കെയുള്ള കാര്യങ്ങളാണ്. ഖുർആനിനോട് എങ്ങനെ പെരുമാറണം എന്ന് പറയുമ്പോൾ നമ്മൾ ആലോചിക്കാം. അതിനപ്പുറത്ത് ഉണ്ടല്ലോ, ഈ ഖുർആൻ യഥാർത്ഥത്തിൽ എന്താണ്? ഇത് ആർക്ക് വേണ്ടി അവതരിച്ചതാണ്? ആരിൽ നിന്ന് അവതരിച്ചതാണ്? ഇത് ദൈവികമാണെങ്കിൽ എൻ്റെ ജീവിതത്തിൽ ഈ ഗ്രന്ഥത്തിനുള്ള സ്വാധീനം എന്താണ്? ഇങ്ങനെ ഒരുപാട് ചിന്തകളിലൂടെ നമ്മൾ കടന്നു പോകേണ്ടി വരും. അപ്പോഴാണ് ജീവിതത്തെ ഖുർആൻ എങ്ങനെയാണ് തൊടുന്നത്,
സ്വാധീനിക്കുന്നത് എന്ന് നമുക്ക് ബോധ്യമാവുകയാണ്. ഖുർആനിലെ ഖുൽ എന്ന വചനം കേൾക്കുമ്പോൾ എന്താണ് ആ രണ്ട് അക്ഷരങ്ങളുടെ അർത്ഥം? പറയുക എന്നാണ്. പണ്ട് മദ്രസകളിലൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടാവും, ഖുൽ പ്രവാചകരെ പറയുക. ശരിയല്ലേ? ശരിയാണ്. ഖുർആനിന്റെ ആദ്യ അഭിസംബോധിതൻ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. പക്ഷെ പ്രവാചകരോട് മാത്രമാണോ ഖുർആൻ സംവദിക്കുന്നത്? ഇപ്പം നിങ്ങളൊരു പക്ഷേ ഓഫീസിലോ അല്ലെങ്കിൽ വീട്ടിലോ എവിടെയെങ്കിലും ഇരുന്നായിരിക്കും ഈ ശബ്ദം ശ്രവിക്കുന്നത്. എങ്കില് ഖുൽ ഇപ്പൊ നമ്മോട് പറയുമ്പോൾ യഥാർത്ഥത്തിൽ ആരോടാണ് സംസാരിക്കുന്നത്? നമ്മൾ പാരായണം ചെയ്യുമ്പോൾ ഖുൽ നീ പറയൂ. ആരാണ്? പ്രപഞ്ചനാഥൻ നാം ഓരോരുത്തരോടും നേരിട്ട് സംവദിക്കുകയാണ്, അല്ലേ? നീ തന്നെ ഇപ്പൊ ലോകത്തിന്റെ ഏതോ ഒരു കോണിലിരുന്ന് ഈ പ്രഭാഷണം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന നിന്നോട് തന്നെയാണ് ഖുൽ നീ പറയൂ. പക്ഷെ അത് നമ്മിൽ വല്ല പരിവർത്തനവും സൃഷ്ടിക്കുന്നുണ്ടോ? ഉണ്ടോ? പലപ്പോഴും അങ്ങനെയൊന്നും ഇല്ല, അല്ലേ? എത്ര ഖുൽ ഹുവല്ലാഹു അഹദ് ഓതിപ്പോയവരാണ് നമ്മള്. അതേ സമയത്ത് ഇപ്പോ നമ്മുടെ ഫോണിലേക്ക് ഒരു കോൾ വരികയാണ്. ആരാണ്? അമേരിക്കൻ പ്രസിഡന്റ്, സാക്ഷാൽ ട്രംപാണ്. എങ്കിൽ എന്ത് സംഭവിക്കും? പടച്ചോനെ, ട്രംപോ എൻ്റെ ഫോണിലോ? കയ്യും കാലൊക്കെ വിറച്ചു പോവും, അല്ലെ? ചിലപ്പോൾ നമ്മൾ ഒന്ന് തളർന്നിരുന്നു പോകും, ചിലപ്പോൾ ബോധം കെട്ടുപോകും, കയ്യിലെ ഫോണൊക്കെ നിലത്തേക്ക് വീണു പോകും. കാരണം ആരാ വിളിച്ചത്? ലോകത്തെ ഏറ്റവും ശക്തമായ ഒരു രാജ്യത്തിന്റെ ഭരണകൂടത്തിന്റെ ഭരണാധികാരിയാണ്. ആലോചിച്ച് നോക്കൂ, അല്ലേ? ഇനി വിളിച്ചത് നെതന്യാഹു ആണെങ്കിലോ പിന്നെ പറയണ്ട. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഇങ്ങനെയുള്ള ഏതോ അർത്ഥത്തിൽ നമ്മെ സ്വാധീനിച്ചു കൊണ്ടിരിക്കുന്ന സകലരെയും സൃഷ്ടിച്ച സാക്ഷാൽ പ്രപഞ്ചനാഥൻ നേരിട്ട് നിന്നെ വിളിക്കാണ്. യാ അയ്യുഹൽ ഇൻസാൻ, അല്ല മനുഷ്യ. കേൾക്കുന്നുണ്ടോ? അല്ല മനുഷ്യ. പക്ഷെ നമ്മളിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു നോക്കുകയാണ്. ഇതേതായാലും എന്നെയല്ല, വേറെ ആരോ ഒരാളെയാണ്, അല്ലേ? അങ്ങനെ പറയാനാണ് നമുക്കിഷ്ടം. ഇത് മക്കീ കാലഘട്ടത്തിലെ, പ്രവാചക കാലഘട്ടത്തിലെ മുനാഫിക്കിനെ കുറിച്ചാണ്, കപടനെ കുറിച്ചാണ്. മറ്റേത് ബഹുദൈവവാദിയെ കുറിച്ചാണ്. ഇനിയും ഒന്ന് സത്യത്തെ തള്ളിപ്പറയുന്നവനെ കുറിച്ചാണ്. എന്നെ കുറിച്ചൊന്നുമില്ല എന്ന് തോന്നിപ്പോവും. അതാണ് നമ്മുടെ അടിസ്ഥാന പ്രശ്നം. അള്ളാഹു അല്ലേ വിളിക്കുന്നത്? നിന്നെ നേരിട്ടല്ലേ വിളിക്കുന്നത്? അവന്റെ വചനങ്ങളിലൂടെ നേരിട്ട് നീയുമായിട്ട് സംഭാഷണത്തിൽ ഏർപ്പെടാണ്. ഖുർആൻ ഒരു അക്കാഡമിക് ഗ്രന്ഥമല്ലല്ലോ, അത് സംഭാഷണങ്ങളാണ് യഥാർത്ഥത്തില്, അല്ലേ? മനുഷ്യന്റെ മനസ്സറിഞ്ഞ് അള്ളാഹു നമ്മളുമായിട്ട് സംവദിച്ചു കൊണ്ടേയിരിക്കുകയാണ്. അങ്ങനെ ഒരു ഫീൽ എപ്പോഴുണ്ടാകുന്നോ അപ്പോൾ മാത്രമേ ഖുർആനിനെ നമുക്ക് ജീവിതവുമായിട്ട് ബന്ധിപ്പിക്കാൻ കഴിയുള്ളൂ. അല്ലെങ്കിൽ കേവലം ഒരു പാരായണ ഗ്രന്ഥമായിട്ട് മാറും. അങ്ങനെയാണ്. എത്ര തന്നെ പാരായണം ചെയ്താലും അതിന് ആത്മാവിലേക്ക് കടന്നു ചെല്ലാൻ കഴിയാത്ത ഒരു അകലം നമുക്കും ഖുർആനിലൂടെ ഉണ്ടായിരിക്കും. അങ്ങനെയാണ്. എന്താ പ്രശ്നം? നമ്മൾ യഥാർത്ഥത്തിൽ നമ്മുടെ മനോഘടനയിൽ മാറ്റം വരുത്തണം. എൻ്റെ പടച്ചോൻ എന്നോട് നേരിട്ട് വർത്തമാനം പറയുന്നു. സുബ്ഹാനല്ലാഹ്. അങ്ങനെ ഒന്ന് സങ്കല്പിക്കോ. എന്താ കഴിയാത്തത്? വേറെ എന്തൊക്കെ നമ്മൾ സ്വപ്നം കാണുന്നുണ്ട്. ഒരുപാട് ഇമാജിനേഷൻ നമ്മുടെ അകത്തുണ്ട്. സാക്ഷാൽ പ്രപഞ്ചനാഥനുമായുള്ള സംവാദത്തിലാണ് ഞാൻ എന്ന് മനസ്സിനെ ഒന്ന് പാകപ്പെടുത്താൻ ശ്രമിക്കും. എങ്കിൽ അത്ഭുതങ്ങൾ സൃഷ്ടിക്കും. ആദ്യ തലമുറ എങ്ങനെയാണോ ഖുർആനിലേക്ക് വന്നത്, അവരുടെ ജീവിതം എങ്ങനെയാണോ മാറിമറിഞ്ഞത്, ലോകത്ത് വേറിട്ടൊരു നാഗരികത അവരിലൂടെ എങ്ങനെയാണോ രൂപപ്പെട്ടത്, ഇപ്പോഴും നമുക്ക് അത്ഭുതമായിട്ട് തോന്നുന്ന ആ ജീവിതങ്ങൾ നമ്മെപ്പോലെ പച്ച മനുഷ്യരാണ്, പച്ചക്കരളുള്ള വികാര വിചാരങ്ങളുള്ളവരാണ്. പക്ഷെ എങ്ങനെയാണ് അവരിങ്ങനെ ലോകത്ത്
ജേതാക്കളും നേതാക്കളുമായിട്ട് മാറിയത്. ഈ ഖുർആനാണ് എല്ലാത്തിൻ്റെയും അടിത്തറയായിട്ട് വർത്തിച്ചത്. പക്ഷെ ഖുർആനിനെ നമ്മൾ സമീപിക്കുന്ന രീതിയിൽ വരുന്ന അപകടങ്ങളായിരിക്കണം നമ്മെ ആ അർത്ഥത്തിലുള്ള ഒരു മാറ്റത്തിന് പ്രേരിപ്പിക്കാതെ പോകുന്നത് എന്ന് തോന്നുന്നു. യഥാർത്ഥത്തിൽ ഖുർആൻ എവിടെ അവതരിച്ചത്? എവിടെയാണ് ഖുർആൻ അവതരിച്ചത്? അപ്പോൾ നമ്മൾ അക്കാഡമിക് സ്റ്റൈലിൽ പറയും, അല്ലെങ്കിൽ ഒരു ചരിത്ര വിദ്യാർത്ഥിയെ പോലെ പറയും, മക്കയിലാണ്, മദീനയിലാണ്, അറേബ്യയിലാണ്, അല്ലെ, ഹിറാ ഗുഹയിലാണ് അവതരണം ആരംഭിച്ചത് എന്നൊക്കെ നമ്മൾ പറയും. പക്ഷേ ഖുർആൻ പറയുന്ന ഉത്തരം അതൊന്നും അല്ല കേട്ടോ. ഇന്നഹു ലതൻസീലു റബ്ബിൽ ആലമീൻ നസല ബിഹി റൂഹുൽ അമീൻ അലാ ഖൽബിക ലിതകൂന മിനൽ മുൻദിരീൻ. നിശ്ചയം ഇത് ദൈവികമായ ഒരു അവതരണമാണ്. ഇത് റൂഹുൽ അമീനായ വിശ്വസ്ത ആത്മാവായ ജിബ്രീലിലൂടെയാണ് അവതരിച്ചിരിക്കുന്നത്. അലാ ഖൽബിക, അങ്ങയുടെ ഹൃദയത്തിലേക്കാണ് അവതരിച്ചത്. അങ്ങയുടെ ഹൃദയത്തിലേക്കാണ് അവതരിച്ചത്. അത് വല്ലാത്തൊരു പ്രയോഗമാണത്. ഹൃദയത്തിന് ഖുർആൻ 3 പ്രയോഗങ്ങൾ നടത്തുന്നുണ്ട്. അതിൽ ഒന്നാണ് ഖൽബ്, ഹൃദയം. അതിന്റെ സവിശേഷത എന്താണ്? മാറി മറിയുന്നത് എന്നതാണ്. എന്നെ ശ്രവിച്ചുകൊണ്ടിരിക്കുമ്പോഴും ഒരുപക്ഷെ നിങ്ങളുടെ മനസ്സ് എങ്ങോട്ടൊക്കെയോ മാറി മറിയുന്നുണ്ടാവും. ചിലപ്പോൾ നാട്ടിൽ വരുന്നുണ്ടാവും, അല്ലെ? അങ്ങനെയൊക്കെയാണ്. പക്ഷെ ഇങ്ങനെ ഇളകി മറിയുന്ന കടല് പോലുള്ള മനസ്സിനകത്തേക്ക് ഖൽബിലാണ് ഈ വഞ്ചി ഇറക്കി വെച്ചിരിക്കുന്നത്. എന്തിനാ അങ്ങനെ ചെയ്തത്? ഇളകി മറിയുന്നതിലേ മാറ്റങ്ങൾ ഉണ്ടാവുള്ളൂ. കെട്ടിക്കിടക്കുന്നത് പെട്ടെന്ന് ദുഷിച്ചു പോവില്ലേ? ഇളകി മറിയുന്ന ഖൽബിലേക്ക് ഇറക്കി വെച്ചത്. അതിലാണ് മാറ്റങ്ങൾ ഉണ്ടാവുക. നമ്മുടെ മനസ്സിന് മറ്റൊരു അറയുണ്ട്. അതിനെ സദർ എന്നാണ് ഖുർആൻ വിളിക്കുന്നത്. സദർ അതൊരു അറയാണ്, ഒരു രഹസ്യ അറയാണ് എന്ന നിലക്കാണ് ഖുർആന്റെ പരാമർശം. വഹുസ്സില മാഫി സുദൂർ, നെഞ്ചകത്തുള്ളതെല്ലാം വെളിപ്പെടുത്തപ്പെടും. മാഫി സുദൂർ, നെഞ്ചിന്റെ അകത്ത് ഒളിച്ചു വെക്കപ്പെട്ടത് വെളിപ്പെടുത്തപ്പെടുന്ന. അപ്പൊ നമ്മൾ ഖുർആനിലെ വചനങ്ങളില് ഏറ്റവും ഇഷ്ടപ്പെട്ടതിനെ ആ അറയിലേക്ക് എടുത്തു വെക്കണം. അങ്ങനല്ലേ? അമൂല്യമായത് നമ്മളെങ്ങനെ അവിടെയും ഇവിടെയും ഇടൂലല്ലോ. അത് ഷെൽഫിന്റെ അകത്ത് പ്രത്യേക അറയിൽ താക്കോല് വെച്ച് പൂട്ടി വെക്കും. എന്ന പോലെ അകത്തേക്ക് എടുത്തു വെക്കുന്ന ഇടമാണ് സദർ. അത് 2ാമത്തെ ഇടമാണ്. 3ാമതൊരു സങ്കേതമുണ്ട്. അതിന്റെ പേര് ഫുആദ് എന്നാണ്. ഖുർആൻ ഉപയോഗിച്ചിട്ടുണ്ട് വാക്ക് കദാലിക ലിനുസബ്ബിത ബിഹി ഫുആദക്. ഖുർആൻ അല്പാൽപമായി അവതരിപ്പിച്ചത് അങ്ങയുടെ ഹൃദയത്തില് അത് രൂഢമൂലമായി ഉറച്ചു നിൽക്കാനാണ്. ഫുആദ് എന്നാണ് അവിടെ ഹൃദയത്തെക്കുറിച്ച് പറഞ്ഞത്. 1ാമത്തേത് ഇളകി മറിയുന്നതാണെങ്കിൽ 2ാമത്തേത് ഒരു രഹസ്യ അറയാണ്. 3ാമത്തെ ഫുആദ് എന്ന സങ്കേതം എന്താണെന്നറിയോ? ഫാദ എന്ന് പറയുമ്പോൾ എരിഞ്ഞുകൊണ്ടിരുന്നു എന്നർത്ഥം. കനല് അടുപ്പില് എരിയൂലേ? അങ്ങനെ എരിഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നാണ്. എന്താ ഫുആദ് എന്ന ഹൃദയത്തിന് പേര് വന്നത്? ചില സമയത്ത് അങ്ങനെയാണ്. നെഞ്ചിൻ കൂട് ഞെരിപ്പോടായിട്ട് എരിഞ്ഞുകൊണ്ടിരിക്കും, അല്ലേ? ചില സങ്കടങ്ങൾ, ചില പ്രതിസന്ധികൾ ഒക്കെ ജീവിതത്തിൽ വരുമ്പോൾ അത് തന്നെ ഓർത്തോർത്ത് വല്ലാതെ നമ്മൾ എരിയും. ഇങ്ങനെ ഒരു ഉമ്മയുണ്ട് ഖുർആനില്. ഏതാണ്? ഉമ്മി മൂസ. മൂസ അലൈഹിസ്ലാമിന്റെ ഉമ്മ. അവരെ കുറിച്ച് ഖുർആൻ പറയുന്നുണ്ട്, അസ്ബഹ ഫുആദു ഉമ്മി മൂസ ഫാരിഗ. ഉമ്മി മൂസ വല്ലാതെ അസ്വസ്ഥപ്പെട്ട് ആ നെഞ്ചകം ഞെരിപ്പോടായിട്ട് മാറിയെന്ന്. എപ്പോഴാ? ദൈവികമായ ഒരു വിളിയാളത്തിന്റെ അടിസ്ഥാനത്തില്, വെളിപാടിന്റെ അടിസ്ഥാനത്തില് ആ ചോരപ്പൈതലിനെ പെട്ടിയിലാക്കിയിട്ട് നൈൽ നദിയിലെ ഇറക്കി വെച്ചു കൊടുത്തില്ലേ? അങ്ങനെ ആ പെട്ടി ഇങ്ങനെ ഒഴുകി പോകുന്നത് കണ്ടപ്പോ ഉമ്മയുടെ മനസ്സ് പടക്കാൻ തുടങ്ങി. അസ്ബഹ ഫുആദു ഉമ്മി മൂസ ഫാരിഗ.
ഉമ്മി മൂസയുടെ നെഞ്ചകം പടപട പടക്കാൻ തുടങ്ങി. അത് കനൽ പോലെ എരിയാൻ തുടങ്ങി എന്നാണ്. ശരിക്കും നമ്മുടെ നെഞ്ചകം ഇങ്ങനെ പടക്കണം. ഖുർആൻ വചനങ്ങളിലൂടെ സഞ്ചരിക്കുമ്പോൾ അത് വല്ലാത്തൊരു ഇളക്കം സൃഷ്ടിക്കണം. ഇദാ തുലിയത് അലൈഹിം ആയാതുഹു സാദത്തുഹും ഈമാന. അത് ഈമാൻ വർദ്ധിപ്പിക്കണം. അങ്ങനെയൊക്കെ അനുഭവിക്കാൻ കഴിയാറുണ്ടോ ജീവിതത്തില്? ആലോചിച്ച് നോക്കൂ. നല്ല നല്ല ഖുർആൻ പാരായണ വിദഗ്ധരുടെ, ഇമാമുമാരുടെ പാരായണം കേൾക്കുമ്പോൾ അവർ ചിലപ്പോൾ വല്ലാതെ വിതുമ്പും, ചിലപ്പോൾ ഗൗരവം പൂണ്ട ശബ്ദമുയർത്തും, അല്ലേ? വിതുമ്പിപ്പോകുമ്പോൾ നമ്മളും വിതുമ്പും, അർത്ഥം അറിഞ്ഞില്ലെങ്കിൽ പോലും. അതിൻ്റെ അർത്ഥവും ആശയ ഗാംഭീര്യവും അറിഞ്ഞിരുന്നെങ്കിലോ? ആലോചിച്ച് നോക്കൂ. സുബ്ഹാനല്ലാഹ്, നമ്മൾ ആ നിമിഷം മറ്റൊരു ജന്മം എടുക്കും, ഉറപ്പാണ്. ആ ഒരു മാറ്റമാണ് ഖുർആൻ നമ്മിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്. എന്താ അത് കഴിയാതെ പോകുന്നത്? എന്തുകൊണ്ടായിരിക്കും? പടച്ച തമ്പുരാൻ എന്നോടല്ലേ സംസാരിക്കുന്നത്? അവൻ പറഞ്ഞിട്ടല്ലേ ഞാൻ നോമ്പെടുത്തിരിക്കുന്നത്? നീ എനിക്ക് വേണ്ടിയിട്ട് പട്ടിണി കിടക്കുവോ? നീ എന്നെ അത്രമാത്രം സ്നേഹിക്കുന്നില്ലേ? എനിക്ക് വേണ്ടിയിട്ട് ദാഹിക്കാൻ കഴിയോ നിനക്ക്? എന്നെയോർത്ത് ഉറക്കമുളക്കാമോ? പടച്ചോന്റെ ചോദ്യങ്ങളാണ്. ഒരു പ്രാണനാഥന് വേണ്ടി പ്രാണപ്രേയസിയുടെ ത്യാഗസന്നദ്ധത പോലെ. എത്ര മധുരമൂറുന്ന അനുഭൂതിയാണത്, അല്ലേ? എങ്കിൽ എന്തായിരിക്കും എൻ്റെ സ്നേഹനാഥന് എന്നോട് പറയാനുള്ളത്, അല്ലേ? അതിനുവേണ്ടി നമ്മൾ കാതോർത്തിരിക്കൂലേ? പാതിരാവിലെ അവന് മാത്രം ഓർത്ത് ഉറക്കമൊഴിച്ച് ഇങ്ങനെ ഇരിക്കുമ്പോൾ എന്താണ് എൻ്റെ കാതിൽ മന്ത്രിക്കാനുള്ളത് എന്ന് ചോദിച്ചു പോവില്ലേ? അതിൻ്റെ ഉത്തരമാണ് ഖുർആൻ. അവൻ പറഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ്, പക്ഷെ നമ്മളാണ് ശ്രദ്ധിക്കാതെ പോകുന്നത്. അവൻ കൂടെ തന്നെ ഉണ്ട്, പക്ഷെ നമ്മളാണ് അകന്നു പോയത്. ആ നമ്മൾ വീണ്ടും അവനെ തേടി പിടിച്ച് അവന്റെ ചാരത്ത് വന്ന് നിൽക്കുകയാണ്, ഇതാ ഞാൻ എന്ന് പറഞ്ഞുകൊണ്ട്. അപ്പോഴാണ് അവന്റെ വചനങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. ആലോചിച്ച് നോക്കൂ. ഞാൻ പറയുന്നത് നിങ്ങളാരും ശ്രദ്ധിക്കുന്നേ ഇല്ലെങ്കിൽ പിന്നെ ഞാൻ എന്തിനാണ് പറയുന്നത്, അല്ലേ? എന്ന പോലെ അള്ളാഹു ശബ്ദിച്ചുകൊണ്ടേയിരിക്കുകയാണ് നിരന്തരം, നമ്മുടെ ജീവിതവുമായി ബന്ധിപ്പിച്ച് ജീവിതത്തെ മാറ്റിമറിക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ നമ്മളതൊന്നും ശ്രദ്ധിക്കാതെ ഏതൊക്കെയോ വഴികളിലൂടെ സഞ്ചരിക്കുകയാണ്. എത്ര ഹതഭാഗ്യരായിരിക്കും നമ്മള്. അതിനാൽ അവൻ നമ്മോട് നേരിട്ട് സംസാരിക്കുന്നു എന്ന മാനസികാവസ്ഥയിലേക്ക് വളരണം. അത് മാറ്റങ്ങൾ സൃഷ്ടിക്കും. സങ്കടങ്ങൾ വരുമ്പോൾ എന്താ ചെയ്യാറ് നിങ്ങൾ? യൂറോപ്പില് പല കൗൺസിലിംഗ് സംവിധാനങ്ങൾ ഉണ്ടാവും, അല്ലേ? സയന്റിഫിക് ആയിട്ട്. അപ്പൊ അവരിൽ നിന്ന് ടൈം അപ്പോയിന്റ്മെന്റ് വാങ്ങിച്ചിട്ട് നിശ്ചിത ഫീ അടച്ച് അവർ പറയുന്നത് കേൾക്കുമ്പോൾ വല്ലാത്തൊരു സുഖമാണ് നെഞ്ചിന്, അല്ലേ? പക്ഷെ ഖുർആൻ കയ്യിലുള്ളപ്പോൾ എന്തിനാണ് അങ്ങനെയൊക്കെ സാഹസത്തിന് മുതിരുന്നത്? ശരിക്കും ഖുർആൻ നല്ല ഒരു കൗൺസിലിംഗ് ആണ് നൽകുന്നത് മനുഷ്യൻ, നമ്മുടെ സങ്കടങ്ങൾക്ക്, അസ്വസ്ഥതകൾക്ക്. നിങ്ങൾ സൂറത്തുൽ ളുഹ പാരായണം ചെയ്യാറുണ്ടോ? വല്ലുഹ വല്ലൈലി ഇദാ സജ മാ വദ്ദഅക റബ്ബുക വമാ ഖലാ. പകൽ വെളിച്ചമാണ്, ഇരുൾമുറ്റി ശാന്തമായ രാത്രിയുമാണ്. നിന്റെ നാഥൻ നിന്നെ കൈവിടിഞ്ഞിട്ടില്ല, നിന്നെ വെറുത്തിട്ടുമില്ല. നീ എന്താ ഇങ്ങനെ? ശരിക്കുണ്ടല്ലോ, പടച്ചോൻ ഇങ്ങനെ പിറകിലൂടെ വന്നിട്ട് നമ്മെ അണച്ചു പിടിക്കും പോലൊരു ഫീലാണത് ശരിക്കും, അല്ലേ? പകലാണ് രാത്രിയാണ്. ജീവിതത്തില് സന്തോഷം ഉണ്ടാവും, സങ്കടം ഉണ്ടാവും, തിരക്കുകൾ ഉണ്ടാവും, ഒഴിവുവേള ഉണ്ടാവും, വിശ്രമം ഉണ്ടാവും. നിന്റെ നാഥൻ നിന്നെ കൈവിടില്ല, നിന്നെ വെറുത്തിട്ടുമില്ല. വല്ലാത്തൊരു അനുഭൂതിയാണ്. പക്ഷെ നമ്മൾ എത്രയോ അകലെയാണ് അവന്റെ വചനങ്ങളിൽ നിന്ന്. അടുക്കണം, അവനിലേക്ക് അടുത്ത് ചേർന്ന് നിൽക്കണം. അപ്പോ ഖുർആൻ ഒന്നുകൂടി തുറന്നു നോക്കുമ്പോൾ ഇത് എനിക്ക് വേണ്ടി മാത്രം ഇപ്പോൾ അവതരിച്ച പൊതുവചനങ്ങളാണ് എന്ന് തോന്നും. അങ്ങനെ അനുഭവപ്പെടാറില്ലേ? എന്തെങ്കിലും ഒരു ഇഷ്യൂ മനസ്സിലുണ്ടാവുമ്പോൾ പെട്ടെന്ന് നിങ്ങൾ ഖുർആൻ തുറന്നു വായിച്ചു നോക്കൂ.
ഇതെനിക്ക് വേണ്ടി ഇപ്പോൾ അവതരിച്ച വചനമാണല്ലോ എന്ന് നമുക്ക് അനുഭവപ്പെടും. ഖുർആന്റെ ഒരു പ്രത്യേകതയാണ്. പലരും അങ്ങനെ പങ്കുവെക്കാറുണ്ട് അനുഭവങ്ങൾ. അവിടുന്ന് തുടങ്ങണം. അള്ളാഹുമായിട്ട് ചങ്ങാത്തം കൂടി കെട്ടിമറിഞ്ഞ് അവനോട് ചേർന്ന് നിന്ന് സംവദിച്ചു കൊണ്ടേയിരിക്കണം. അപ്പോഴില്ലേ ശരിക്കും അത് വേറിട്ടൊരു കളിയായിരിക്കും. അങ്ങനെയാണ് ശരിക്കും ഖുർആൻ. പക്ഷെ നമുക്ക് എന്തോ ഒരു അകലം, ഭാരമാണോ, ഏതർത്ഥത്തിലാണ്, അറബി അറിയാത്തത് കൊണ്ടാണോ? അതൊന്നും ഒരു തടസ്സമില്ലല്ലോ. നിങ്ങളെപ്പോലെ അഭ്യസ്ത വിദ്യരെ സംബന്ധിച്ചിടത്തോളം അതൊക്കെ ഒരു വിഷയമാണോ? പക്ഷെ എവിടെയാണ് നമുക്കൊരു അകലം വന്നു പെട്ടുപോകുന്നത്? ഈ വചനങ്ങളെ ജീവിതത്തോട് ചേർത്ത് വെക്കുന്നിടത്താണ് നമ്മൾ പലപ്പോഴും അകലത്തായി പോകുന്നത്, അല്ലെ? സൂറത്തു സിൽസാലിലെ അവസാനത്തെ 2 വചനങ്ങളില്ലേ, നമുക്കൊക്കെ അറിയാം. فَمَن يَعْمَلْ مِثْقَالَ ذَرَّةٍ خَيْرًا يَرَهُ وَمَن يَعْمَلْ مِثْقَالَ ذَرَّةٍ شَرًّا يَرَهُ. ആർ അണു അളവ് നന്മ ചെയ്യുന്നുവോ അത് അവൻ കാണും. ആർ അണു അളവ് തിന്മ ചെയ്യുന്നുവോ അത് അവനും കാണും. നമുക്കൊക്കെ അറിയുന്ന വചനാണ്. പ്രത്യേകിച്ച് വല്ലതും ഫീൽ ചെയ്തോ? എന്താണ്? പരലോക വിചാരണ അത്രയും സൂക്ഷ്മമാണ് എന്നതാണ് അതിലെ ആശയം. ഇത് അങ്ങനെ ഒരു പ്രസ്താവനയാണോ യഥാർത്ഥത്തില്? അങ്ങനെ അതിനെ സമീപിക്കാം. പക്ഷെ അതല്ലല്ലോ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ വചനം മസ്ജിദുൻ നബവിയിൽ സദസ്സിനെ പഠിപ്പിക്കുമ്പോൾ ഒരു മൂലയിലിരുന്ന ഒരാളിങ്ങനെ വിങ്ങി പൊട്ടിക്കരയാൻ തുടങ്ങി. ഭയങ്കര കരച്ചില്. ഇത് കണ്ടപ്പോ എല്ലാവരും അങ്ങോട്ട് തിരിഞ്ഞു നോക്കാണ്. ആരാണത്? അബൂ സഈദുൽ ഖുദ്രി റളിയല്ലാഹു അൻഹു ആണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുന്നുണ്ട്, മാ യുബ്കിക യാ അബാ സഈദ്, അബൂ സഈദ് താങ്കൾ എന്താ കരയിക്കുന്നത്? ഇപ്പൊ പറയാം, എല്ലാം തുലഞ്ഞു റസൂലേ. അണു അളവ് നന്മ തിന്മകൾ തൂക്കി കണക്കാക്കപ്പെടുമെങ്കിൽ എങ്ങനെ രക്ഷപ്പെടാനാണ്? എന്റെ തിന്മകൾ നന്മകളെക്കാൾ അധികരിച്ചു പോകുന്നു റസൂലേ. കേൾക്കുമ്പോൾ നമുക്ക് തോന്നും ഇദ്ദേഹം എന്തോ ചെയ്തു എന്ന്. ഒന്നും സംഭവിച്ചിട്ടല്ല കേട്ടോ. മഹാരഥനായ അൻസ്വാരിയായ സ്വഹാബിയാണ്. ധാരാളം ഹദീസുകൾ റിപ്പോർട്ട് ചെയ്ത അവിടുത്തെ സ്വഹബത്ത് വേണ്ടുവോൾ അനുഭവിച്ചിട്ടുള്ള ആളാണ്. പക്ഷേ ഈ വചനങ്ങളെ തൻ്റെ കൽബിലേക്ക്, സ്വദറിലേക്ക്, ഫുആദിലേക്ക് ചേർത്ത് വെച്ചപ്പോ അതിങ്ങനെ കനല് പോലെ എരിയാൻ തുടങ്ങി. പടച്ചവനെ എന്റെ കാര്യം എന്നോർത്തിട്ട്. അതാണ് സംഭവിച്ചത്. ആ കനൽ എരിയാൻ തുടങ്ങി. അങ്ങനെ അത് നെഞ്ചകത്തെ വല്ലാതെ അസ്വസ്ഥപ്പെടുത്തിയിട്ട് അത് കണ്ണുനീരായും ഏങ്ങിക്കരച്ചിലായും പുറത്തേക്ക് വരികയായിരുന്നു. നമുക്കങ്ങനെ അനുഭവപ്പെടാറുണ്ടോ? ഇന്നത്തെ ദിവസം എത്ര നന്മ ചെയ്തു എണ്ണി പറയാം. എത്ര അബദ്ധങ്ങൾ സംഭവിച്ചു ഒരുപക്ഷെ എണ്ണാൻ പോലും കഴിയില്ല, അല്ലേ? അത്രമാത്രം ഉണ്ടായിരിക്കാം. നമ്മുടെ പ്രശ്നം വചനങ്ങളെ നമ്മിലേക്ക്, നമ്മുടെ ആത്മാവിലേക്ക് ചേർത്ത് വെച്ചുകൊണ്ട് എന്നോട് എൻ്റെ നാഥൻ നേരിട്ടാണ് ഇപ്പോൾ സംവദിക്കുന്നത് എന്ന ഒരു കാഴ്ചപ്പാടിലേക്ക് നമ്മൾ ഉയരാതെ പോകുന്നു എന്നതായിരിക്കണം. അല്ലെങ്കിൽ സ്വഹാബത്തിനെ പോലെ നമ്മളും എത്രയോ ഉയരങ്ങളിലേക്ക് എത്തേണ്ടതാണല്ലേ. ശ്രമിച്ചാൽ കഴിയൂട്ടോ. ഏത് നിമിഷവും നമുക്ക് തുടങ്ങാവുന്നതാണ്. റമദാൻ തീർച്ചയായിട്ടും അതിനുള്ള ഏറ്റവും നല്ല ഒരു പണിപ്പുരയാണ്. അതിനാൽ സ്റ്റാർട്ട് ചെയ്യുക എന്നേ പറയാനുള്ളൂ. ഇങ്ങനെ ഒന്ന് ആലോചിച്ച് നോക്കണം. ഓരോ കാര്യങ്ങളും നമ്മുടെ സ്വഭാവത്തെ, സംസ്കാരത്തെ എല്ലാം ഖുർആൻ രൂപപ്പെടുത്തും. സൂറത്തുൽ ഹുജറാത്തിലെ 2-ാമത്തെ ആയത്തില്ലേ, യാ അയ്യുഹല്ലദീന ആമനു ലാ തർഫഉ അസ്വാതകും ഫൗഖ സൗത്തിൻ നബി. വിശ്വസിച്ചവരെ, നിങ്ങൾ പ്രവാചകന്റെ ശബ്ദത്തെക്കാൾ നിങ്ങളുടെ ശബ്ദം ഉയർത്താതിരിക്കുവിൻ. ഒരു വചനമാണ്. തുടർന്ന് പറയുന്നുണ്ട്, അങ്ങനെയൊക്കെ ചെയ്താൽ നിങ്ങളുടെ അമലുകൾ നിങ്ങൾക്ക് പാഴായി പോകും. അതുകൊണ്ട് ശ്രദ്ധിക്കണം.
അവിടുത്തെ സന്നിധിയിൽ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സന്നിധിയിൽ വന്നിരിക്കുമ്പോൾ അവിടുത്തെ ശബ്ദത്തെക്കാൾ ശബ്ദമുയർത്തരുത്. അതൊരു സംസ്കാരമാണ്. നേതാവും അനുയായിയും തമ്മിലുള്ള ആ ഇഴപിരിയാത്ത ആത്മബന്ധത്തിൽ നിന്ന് ഉടലെടുക്കുന്ന ആദരവാണത്, അല്ലേ? അങ്ങനെയാണ്. അപ്പോൾ ഈ ആയത്തിറങ്ങിയപ്പോഴില്ലേ, മഹാനായൊരു സ്വഹാബി അവിടുത്തെ മുമ്പിലേക്ക് വരുന്നില്ല. ആരാണ്? സാബിത്ത് ഇബ്നു ഖൈസ് റളിയല്ലാഹു അൻഹു ആണ്. ആരായിരുന്നു? ഇസ്ലാമിലെ കലാകാരനായിരുന്നു, ഖതീബുൽ ഇസ്ലാമാണ്. അന്നത്തെ ഏറ്റവും നല്ല പ്രഭാഷകനാണ്, നല്ല ഗാംഭീര്യമുള്ള ശബ്ദത്തിന്റെ ഉടമയാണ്. എന്താ വരാത്തത്? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുമ്പിൽ വരുമ്പോൾ കനത്ത ശബ്ദമല്ലേ, അപ്പൊ ഉച്ചത്തിൽ വർത്തമാനം പറഞ്ഞു പോയാലോ എന്നുള്ള പേടി കൊണ്ടാ വരാത്തത്. അങ്ങനെ ഉണ്ടാവും ചിലര്, അല്ലേ? സ്വകാര്യം പറയുന്നത് പോലും അയൽവക്കത്ത് കേൾക്കും. അങ്ങനെയുള്ള ശബ്ദമാണ്. അപ്പൊ അദ്ദേഹം ആലോചിച്ചു, ഞാൻ അവിടുത്തെ സന്നിധിയിൽ ചെന്നിരുന്ന് വർത്താനം പറഞ്ഞാല് എൻ്റെ അമലുകൾ നഷ്ടപ്പെട്ടു പോകും. അതുകൊണ്ട് കുറച്ചുനാൾ അദ്ദേഹം പള്ളിയിലേക്ക് പോകുന്നില്ല. അപ്പൊ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആളെ വിടുന്നുണ്ട്. എന്ത് സംഭവിച്ചു സാബിത്ത് ഇബ്നു ഖൈസിന്? അപ്പോഴാ അറിയുന്നത്, ഇങ്ങനെ ഒരു ആയത്തിറങ്ങിയില്ലേ, അതുകൊണ്ടാണ് ഞാൻ അങ്ങോട്ട് വരാത്തത്. അപ്പൊ ചോദിക്കുന്നുണ്ട്, അല്ല, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സാന്നിധ്യം, ആ സൗഭാഗ്യം, ആ തിരുമുഖത്ത് നിന്നുള്ള അറിവ് ലഭിക്കാതെ ആയി പോവില്ലേ എന്ന് ചോദിക്കുമ്പോൾ എന്താ പറയുന്നത്? അദ്ദേഹം പറയാണ്, ഞാൻ മെല്ലെ വർത്തമാനം പറഞ്ഞ് പരിശീലിച്ചു കൊണ്ടിരിക്കുകയാണ്, എന്നിട്ട് ഞാൻ അവിടുത്തെ മുമ്പിലേക്ക് വരും. സുബ്ഹാനല്ലാഹ്. ആലോചിച്ച് നോക്കൂ, നമ്മളൊക്കെ ആണെങ്കിലോ? ഞാനെന്ത് ചെയ്യാന്? എൻ്റെ ശബ്ദം പരുക്കനായതിന് ഞാനാണോ കുറ്റക്കാരൻ എന്ന് അള്ളാഹുവിലേക്ക് കണക്ട് ചെയ്യും, അല്ലേ? പടച്ചോൻ തന്ന ശബ്ദമല്ലേ, ഞാനെന്ത് ചെയ്യാനാണ്? പക്ഷെ അങ്ങനെയല്ല. സ്വന്തം പ്രകൃതത്തെ പോലും ഖുർആനിക വചനങ്ങൾക്കനുസരിച്ച് ക്രമീകരിക്കുകയാണ് അവർ ചെയ്തത്. അതിനാണ് ഖുർആൻ തിലാവ എന്ന വാക്ക് ഉപയോഗിക്കുന്നത്. തിലാവ, ആ വാക്കിന് സാധാരണ പാരായണം എന്ന് നമ്മൾ അർത്ഥം പറയുമെങ്കിലും അത് ഒരു പിന്തുടരലാണ്, അനുധാവനമാണ്, മുമ്പേ പോകുന്ന ആളെ പിന്തുടർന്ന് സഞ്ചരിക്കലാണ്. റസൂലും മിനല്ലാഹി യത്ലൂ സുഹഫൻ മുതഹ്ഹറ, വിശിഷ്ടമായ ഏടുകൾ തിലാവ ചെയ്യുന്ന ദൈവദൂതൻ. എന്താ തിലാവ? നമ്മൾ ഖുർആൻ ഓതുമ്പോൾ നാം അക്ഷരങ്ങളെ വായിക്കാണ്. അപ്പൊ നമ്മുടെ നാവ് പിന്തുടരും, കാത് പിന്തുടരും, കണ്ണ് പിന്തുടരും, അല്ലേ? അതിന്റെ അർത്ഥത്തെയോ നമ്മുടെ മനസ്സ് പിന്തുടരും, ആശയത്തെ പിന്തുടരും. പിന്നെ ആ ആശയം ജീവിതം കൊണ്ട് പിന്തുടർത്തും. അങ്ങനെ വരുമ്പോൾ അതിന് തുടർച്ചകൾ ഉണ്ടാവും. അതാണ് ജീവിക്കുന്ന ഖുർആൻ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് അങ്ങനെ വിശേഷിപ്പിച്ചില്ലേ, ഭൂമിയിലൂടെ സഞ്ചരിക്കുന്ന ഖുർആനാണ് അവിടുന്ന് എന്ന് പറഞ്ഞു. ഈ ഒരു മാറ്റമാണ് യഥാർത്ഥത്തിൽ ഉണ്ടാവേണ്ടത്. ഓരോ സൂക്തങ്ങൾ പാരായണം ചെയ്യുമ്പോഴും ഇത് എൻ്റെ ജീവിതത്തെ എങ്ങനെയാണ് തൊടുന്നത് എന്ന് ആലോചിക്കണം. അപ്പോഴാണ് മാറ്റങ്ങൾ സംഭവിക്കുക. അത് വ്യക്തി, കുടുംബ, സാമ്പത്തിക, സാമൂഹിക എല്ലാ മേഖലകളുമായി ബന്ധപ്പെട്ട് നമുക്ക് കണ്ടെടുക്കാൻ കഴിയും. ഇതെനിക്ക് വേണ്ടി അവതരിച്ചതാണ് എന്ന് അനുഭവപ്പെടുന്ന വചനങ്ങൾ ഒരുപാട് നമുക്ക് കണ്ടെടുക്കാൻ പറ്റും. ഏത് മേഖലയുമായി ബന്ധപ്പെട്ടുകൊണ്ടാണെങ്കിലും നമുക്കത് കണ്ടെടുക്കാൻ കഴിയില്ലേ? തീർച്ചയായിട്ടും കഴിയും. ഇങ്ങനെ മനസ്സിന്റെ വികാരങ്ങൾ, നമ്മുടെ ജീവിതശീലങ്ങൾ, സമ്പ്രദായങ്ങൾ, അവിടെ നിന്നൊക്കെയും മുന്നോട്ട് പോകാൻ കഴിയുക എന്നതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. അപ്പൊ അവിടെ നമ്മുടെ ബന്ധങ്ങൾ പ്രധാനമാണ്, നമ്മുടെ ദാമ്പത്യ ജീവിതം പ്രധാനമാണ്. അതൊക്കെ ഖുർആനുമായി ബന്ധിപ്പിച്ചുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോവാണ്. ഹുന്ന ലിബാസുല്ലക്കും വ അൻതും ലിബാസുല്ലഹുന്ന, അല്ലേ? അവർ നിങ്ങൾക്ക് വസ്ത്രമാണ്, നിങ്ങൾ അവർക്കും. വല്ലാത്തൊരു പ്രയോഗമാണത്, അല്ലേ? ഇണകള് പരസ്പരം നോക്കിയിരിക്കുമ്പോൾ തന്നെ ഈ വചനത്തോട് ചേർത്ത് വെച്ച് നമ്മുടെ ദാമ്പത്യത്തെ ഒന്ന് ആലോചിച്ച് നോക്കൂ. പരസ്പരം പുതപ്പാവുകയാണ്, വസ്ത്രമാവുകയാണ്. അവിടുന്ന് ഖദീജ ബിവിയോട് ജമ്മിലൂനി പറഞ്ഞില്ലേ, ഒന്ന് പുതപ്പിക്കൂ എന്ന് പറയുന്നുണ്ടല്ലോ. അങ്ങനെ നിന്നെ കൊണ്ട് എന്നെ പുതപ്പിക്കൂ.
നമ്മൾ പരസ്പരം പുതപ്പായി മാറുകയാണ്. അത് ചൂടിനും തണുപ്പിനും അപ്പുറത്ത് സുഖദുഃഖങ്ങൾ, മനസ്സ് ഞെരിപ്പോടാകുന്ന അനുഭവങ്ങൾ, അത്തരം ഘട്ടങ്ങളിലൊക്കെ പരസ്പരം പുതപ്പായി അലിഞ്ഞു ചേർന്ന് ജീവിതം പങ്കുവയ്ക്കും എന്നല്ലേ? വളരെ സർഗാത്മകമായൊരു പ്രയോഗമാണ്. ഒരുപക്ഷെ മറ്റു വേദങ്ങളിലൊന്നും കണ്ടെടുക്കാൻ കഴിയാത്ത അത്രയും സുന്ദരമായ കാവ്യാത്മകമായ ഒരു വചനമാണത്. ഇത്തരം ബന്ധത്തെക്കുറിച്ച്, ദാമ്പത്യ ബന്ധത്തെക്കുറിച്ച് മവദ്ദ എന്നൊരു വാക്ക് പ്രയോഗിക്കുന്നുണ്ട് ഖുർആൻ. കഴുകി തുടച്ചെടുത്ത പളങ്ക് പോലുള്ളൊരു വാക്കാണ് അത്. ശരിക്കും നിങ്ങൾ ആലോചിച്ച് നോക്കിയിട്ടില്ലേ? ദാമ്പത്യം, സ്നേഹം എന്ന് പറയുന്നത് ആദ്യ നാളുകളിലെ പുതുമയുടെ പേരല്ല. അത് ഒരിക്കലും വറ്റിപ്പോകാത്ത, പിന്നെയും പിന്നെയും പെരുകിക്കൂടുന്ന ഒരു ഹൃദയ താളത്തിന്റെ പേരാണത്, അല്ലെ? ഒന്നിച്ച് താളനിബദ്ധമായി ഹൃദയങ്ങൾ മിടിച്ചു തുടങ്ങാണ്. അതാണ് അതിന്റെ സവിശേഷത. ആ പുതുമ നിലനിൽക്കുന്ന എപ്പോഴും മവദ്ദ, ആ ഒരു വാക്ക് തന്നെ മതി. അങ്ങനെ എത്ര പദങ്ങളാണ്, എത്ര വാചകങ്ങളാണ് അള്ളാഹു നമുക്ക് വേണ്ടിയിട്ട് കരുതി വച്ചിരിക്കുന്നത് എന്ന് ആലോചിച്ച് നോക്കൂ. ചില പ്രയോഗങ്ങളുണ്ട് വല്ലാത്ത സ്ട്രൈക്ക് ചെയ്യുന്നത്. വഹുവ മഅക്കും ഐനമാ കുന്തും, അവൻ നിങ്ങളോടൊപ്പം നിങ്ങൾ എവിടെയായിരുന്നാലും. അള്ളാഹു പറയാൻ ശരിക്കും ഇങ്ങനെ ആലോചിച്ചിരുന്നു പോവും, പടച്ചോനെ എന്താണ് ഞാൻ ഈ കേൾക്കുന്നത്, വായിക്കുന്നത്? നീ എവിടെയായിരുന്നാലും അവൻ നിന്നോടൊപ്പം. ആലോചിച്ച് നോക്കൂ. അത് നൽകുന്നൊരു പോസിറ്റീവ് എനർജി ഉണ്ടല്ലോ, അതിന്റെ കരുത്ത് എത്രയാണല്ലേ? ഏത് പ്രതിസന്ധിയും അതിജീവിക്കാനുള്ള ഉൾക്കരുത്താണ് അത് നൽകുന്നത്. ലാ തഹ്സൻ ഇന്നല്ലാഹ മഅനാ, ദുഃഖിക്കാതിരിക്കോ, അള്ളാഹു കൂടെ. അതിനപ്പുറം എന്താ പറയേണ്ടത്? അത്രേ വേണ്ടു. ഇങ്ങനെ അള്ളാഹുവിൻ്റെ കൂടെ ഇങ്ങനെ ശരിക്കും കൈകോർത്ത് നടക്കും പോലെ തൂങ്ങിക്കിടന്ന് ചാഞ്ചാടി നടക്കുന്ന അവസ്ഥയിൽ ഖുർആൻ നമ്മെ കൊണ്ടുപോകും. അങ്ങനെ വരുമ്പോൾ അവന്റെ നിയമവിധികൾ പോലും നമുക്ക് എത്ര ഹൃദ്യമായിട്ട് അനുഭവപ്പെടും. ഒന്നും ഭാരമല്ല, എല്ലാം സ്നേഹിക്കുന്നവർക്കിടയിലെ ആത്മഭാഷണങ്ങളും പങ്കുവെക്കലും മാത്രമായിട്ടാണ് അപ്പൊ അത് മാറുന്നത് എന്നതാണ് അതിന് ഏറ്റവും വലിയ സവിശേഷത. നോമ്പിനെ കുറിച്ച് പറയുമ്പോൾ തന്നെ കണ്ടില്ലേ, കുത്തിബ അലൈക്കും, നിങ്ങൾക്ക് നിയമമാക്കപ്പെട്ടു എന്ന് പറയാം. അത് കോടതി ഭാഷയാണ്, സാങ്കേതിക ശൈലിയാണ്. പക്ഷെ അത് പറഞ്ഞ പടച്ചോൻ തൊട്ടടുത്ത വചനത്തിലെ വല്ലാതെ ചേർന്ന് നിന്ന് തലോടിയിട്ട് പറയും, ആ അസുഖാണോ, യാത്രയിലാണോ, എങ്കിൽ ഇപ്പൊ വേണ്ട കേട്ടോ, മറ്റൊരു സമയത്ത് മതി, അല്ലേ? ആശ്വസിപ്പിക്കാൻ, പ്രയാസപ്പെടുത്താനല്ല കേട്ടോ, എളുപ്പം നൽകാൻ വേണ്ടിയിട്ടാണ് ഈ വചനങ്ങള്, ഈ വിധികൾ എന്ന് പറയുന്നുണ്ട്. പിന്നെ ചേർത്ത് പിടിക്കാണ്. ഇങ്ങനെയാണ് എല്ലാം. അതിനാൽ പ്രയാസകരമായിട്ടൊന്നും അനുഭവപ്പെടില്ല എന്നുള്ളതാണ്. മാതാപിതാക്കളെ ചേർത്ത് പിടിക്കോ. അള്ളാഹു പറയാണ്, അല്ലാ തഅബുദു ഇല്ലാ ഇയ്യാഹ് വബിൽ വാലിദൈനി ഇഹ്സാന, അല്ലേ? ദൈവികമായ അരുളപ്പാടാണ്. അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യൂ, മാതാപിതാക്കളോട് ഇഹ്സാനോടെ നന്മയിൽ വർത്തിക്കും. അള്ളാഹുവെ പറഞ്ഞ് ഉടനെ മാതാപിതാക്കളെ കുറിച്ച് പറയാൻ. മാതാപിതാക്കളും നമ്മളും തമ്മിലുള്ള വൈകാരിക ബന്ധം നമുക്കറിയാം. അതിനോട് ചേർത്തുകൊണ്ട് അള്ളാഹുവോടുള്ള ബാധ്യതയെ കണക്ട് ചെയ്ത് പറയാണ്. എത്ര ഇമ്പമുള്ള വാക്കുകളാണതല്ലേ? ആലോചിച്ച് നോക്കൂ. ആ വചനങ്ങളിൽ നമ്മൾ ഇങ്ങനെ ധ്യാനിച്ചിരിക്കുമ്പോൾ അറിയാതെ അത് ജീവിതത്തിന്റെ ഭാഗമായിട്ട് മാറും. ഇങ്ങനെ ഓരോ തലവും അതിനോട് കണക്ട് ചെയ്യാൻ ശ്രമിക്കണം. അള്ളാഹു സമ്പത്തിനെ കുറിച്ച് പറയുന്നുണ്ട്. അതിൻ്റെ സമ്പാദനവും അതിൻ്റെ വിനിയോഗവും എങ്ങനെ ആയിരിക്കണം എന്ന് ഉണർത്തുന്നുണ്ട്. അതിൽ പലിശ പോലെ അരുതാത്തത് കലരരുത് എന്ന് ബോധ്യപ്പെടുത്തുന്നുണ്ട്. ഇങ്ങനെ നിരന്തര വചനങ്ങൾ, അതിലൊക്കെയും വലിയ പാഠങ്ങളാണ്, അല്ലെ? ചിലര് പറയാണ് കച്ചവടം പോലെ തന്നെയാണ് പലിശ. എന്നാൽ അങ്ങനെയല്ല. കച്ചവടം അള്ളാഹു അനുവദിച്ചു, പലിശ നിഷിദ്ധമാക്കി, അല്ലെ? ദാനധർമ്മങ്ങൾ പെരുകിക്കൊണ്ടേയിരിക്കും, വളർന്നുകൊണ്ടിരിക്കും. പലിശ ഒരിക്കലും വളരുന്നതല്ല. ചില അടിസ്ഥാനങ്ങളാണ് പറയുന്നത്.
അത് ഉൾക്കൊണ്ട് കഴിയുമ്പോൾ അതൊരു നിയമം അടിച്ചേൽപ്പിക്കലാണ് എന്നല്ല തോന്നുക, മറിച്ച് എൻ്റെ ജീവിതത്തിൻ്റെ അകവും പുറവും ശുദ്ധി ചെയ്തെടുക്കാനുള്ള ചില കഴുകിത്തുടക്കലാണ് അള്ളാഹു നിർദ്ദേശിക്കുന്നതെന്ന് മനസ്സിലാക്കാൻ പറ്റും. അതാണ് പ്രധാനം. അത് എല്ലാ തലങ്ങളിലേക്കും വികസിപ്പിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം. അനന്തരാവകാശ നിയമങ്ങളിലേക്ക്, അതുപോലെ കച്ചവട ഇടപാടുകളിലേക്ക്, അങ്ങനെ തുടങ്ങിയിട്ട് എല്ലാ തലങ്ങളിലേക്ക് എത്തണം. സാമൂഹിക ബന്ധങ്ങളിലേക്ക്, സാമൂഹിക ഇടപെടലുകൾ, ഭരണ രാഷ്ട്ര മേഖലകൾ തുടങ്ങിയിട്ട് എല്ലാ രംഗവും ഖുർആനിൽ പരാമർശ വിധേയമാണ് എന്നതാണ് അതിന് ഏറ്റവും വലിയ പ്രത്യേകത. അപ്പൊ അവിടെ എന്ത് വേണം ചോദിച്ചാൽ, വചനങ്ങളെ എല്ലാം ഒന്നിച്ച് ഏറ്റുവാങ്ങാനുള്ള കരുത്തുണ്ടാവണം. അതില്ലെങ്കിൽ ബുദ്ധിമുട്ടാണ്. ഇപ്പൊ നമസ്കാരം കുഴപ്പമില്ല, സക്കാത്ത് കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പൊ അള്ളാഹു ചോദിക്കുന്നുണ്ട്, അഫതുഅ്മിനൂന ബിബഅദിൽ കിതാബ് വതക്ഫുറൂന ബിബഅദ്. നിങ്ങൾ എന്താ ഇങ്ങനെ ഈ വേദഗ്രന്ഥത്തിലെ ചിലത് വിശ്വസിക്കുകയും ചിലത് അവിശ്വസിക്കുകയുമാണോ? അങ്ങനെ ഓപ്ഷനലാണോ അള്ളാഹുവിന്റെ കൽപ്പനകൾ? ഇത് കുഴപ്പമില്ല കേട്ടോ, ഇത് ഞാൻ എടുത്തു, മറ്റത് കുറച്ച് ബുദ്ധിമുട്ടാണ്. അങ്ങനെ അല്ലല്ലോ. അഖീമുസ്സലാ വ ആത്തു സക്ക രണ്ടും ചേർത്ത് പറഞ്ഞ കാര്യങ്ങളല്ലേ. നമസ്കാരം നിങ്ങൾ നിലനിർത്തുവിൻ, സക്കാത്ത് നിങ്ങൾ നൽകുവിൻ. പക്ഷെ നമസ്കാരത്തിന്റെ അത്ര ജാഗ്രത സക്കാത്തിലേക്ക് വരുന്നില്ലല്ലോ. ഒരേ സൂക്തത്തിലെ രണ്ട് വാചകങ്ങൾക്ക് രണ്ട് വ്യാഖ്യാനം നൽകുന്നത് എന്താണ്? നമസ്കാരം സംഘടിതമാകുമ്പോൾ 27 ഇരട്ടി പ്രതിഫലമാണ്. അത് ഒരു സമൂഹത്തെ ഐക്യപ്പെടുത്തുന്നതിൻ്റെ, സംഘബലത്തിൻ്റെ എല്ലാം പ്രചോദനമാണ്. അതേപോലെ തന്നെ അല്ലേ സക്കാത്ത്? അതും സംഘടിതമാകുമ്പോഴല്ലേ സമൂഹത്തിന് അതിൻ്റെ നന്മകൾ ഭൗതികമായി തന്നെ അനുഭവിക്കാൻ കഴിയുക. എന്താണ് രണ്ടായി കാണുന്നത്? ആലോചിച്ച് നോക്കൂ അല്ലേ? നമ്മുടെ സമൂഹത്തിന്റെ പൊതുവായൊരു അവസ്ഥയാണത്. ഇങ്ങനെ ചിലത് സ്വീകരിക്കാം, ചിലത് വേണ്ടെന്ന് വെക്കാം. അതിന് ആരാണ് അധികാരം നൽകിയത്? അതിനാൽ ദൈവിക ഗ്രന്ഥത്തെ മുഴുവനായിട്ട് പാരായണം ചെയ്യുമ്പോൾ അതിലെ എല്ലാ നിയമവിധികളും എക്കാലത്തേക്കും സകല മനുഷ്യർക്കും ഉള്ളതാണ്. മുൻഗണനാക്രമം അനുസരിച്ച് അവ പ്രയോഗിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്നാണ് അവിടെ മനസ്സിലാക്കേണ്ടത്. അങ്ങനെ ഖുർആനെ സമീപിക്കണം. ഈ വചനങ്ങൾ ഭാരിച്ചതാണ് എന്ന് ഖുർആൻ തന്നെ പറയുന്നുണ്ട്. ഇന്നാ സനുൽഖി അലൈക ഖൗലൻ സഖീല. വളരെ ഭാരിച്ച വചനം നാം താങ്കൾക്ക് ഇട്ടുതരികയാണ്. മുകളിൽ നിന്ന് താഴേക്ക് വിമാനമൊക്കെ ഇടിച്ചിറക്കും പോലെ ഇട്ടുതരുന്നു എന്നാണ് ഖുർആന്റെ പ്രയോഗം. ആലോചിച്ച് നോക്കും. ഇവിടെ വളരെ ജാഗ്രതയിൽ നമ്മൾ അതിനെക്കുറിച്ച് ആലോചിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യേണ്ടതുണ്ട്. അള്ളാഹു ഇട്ടുതരുന്ന വചനങ്ങൾ എന്ന് പറയുമ്പോൾ അതിനെ ഉൾക്കൊള്ളുവാനുള്ള ആന്തരികമായ കരുത്ത് നമ്മൾ ആവാഹിച്ചെടുക്കണം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് പാതിരാവിൽ വചനങ്ങൾ അവതരിക്കുമ്പോൾ കൊടും തണുപ്പുള്ള വേളയിൽ പോലും നെറ്റിത്തടത്തിൽ വിയർപ്പ് പൊടിഞ്ഞിരുന്നു. ആ വചനങ്ങളുടെ ആന്തരികമായ ആശയഭാരത്താൽ അല്ലേ? അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ കാണാം. ശരിക്കും നമ്മളിപ്പോ നോമ്പെടുക്കുന്നതും ഖുർആനും തമ്മിൽ എന്താ ബന്ധം? ഖുർആൻ അവതരിച്ച മാസമാണ് റമദാൻ. അതുകൊണ്ട് ഈ മാസത്തിന് സാക്ഷിയാകുന്നവൻ വ്രതം അനുഷ്ഠിക്കട്ടെ. എന്താണ് പരസ്പര ബന്ധം? ഈ ഗ്രന്ഥം അവതരിച്ച മാസമാണ്, അതുകൊണ്ട് നിങ്ങൾ പകൽവേള പട്ടിണി കിടക്കണം. അങ്ങനെ എന്തിനാണ്? ലോകത്ത് ഒരുപാട് ഗ്രന്ഥങ്ങൾ പ്രകാശിതമാകുന്നുണ്ട്. അങ്ങനെ ഒരു ഗ്രന്ഥം പ്രകാശിപ്പിക്കപ്പെട്ടതിൻ്റെ പേരില്, പ്രസിദ്ധീകരിച്ചതിൻ്റെ പേരില് ആരെങ്കിലും പട്ടിണി കിടക്കാറുണ്ടോ? എന്താണ് പരസ്പര ബന്ധം? ശരിക്കും ഇത് തന്നെയാണ്. ഖുർആനിന്റെ ആശയഭാരത്തെ നിന്റെ മനസ്സിന് ഉൾക്കൊള്ളുവാൻ കഴിയണമെങ്കിൽ നിന്റെ ശരീരത്തെ തളർത്തി മനസ്സിന് കരുത്ത് പകരണം. അതിനാണ് കേവല ദേഹേച്ഛയിൽ നിന്ന് മാറിയിട്ട് കരുത്തുറ്റ ഈമാനികമായ ഇച്ഛാശക്തി നേടിയെടുക്കണം. അതിനാണ്. അപ്പോൾ പകല് ചൂടായാലും തണുപ്പായാലും ഏത് കാലാവസ്ഥയിലും ഞാൻ കഴിച്ചു കൂട്ടും. തൊണ്ട വരളുന്നുണ്ട്
എന്നാലും ഒരിറക്ക് വെള്ളം അകത്തോട്ട് എടുക്കില്ല. വിശക്കുന്നുണ്ട്, എന്നാലും ഒരു ഭക്ഷണവും ഞാൻ കഴിക്കില്ല. ഇങ്ങനെ ധീരമായി നിലപാടെടുക്കുമ്പോൾ മനസ്സ് കൂടുതൽ കരുത്താർജിക്കാണ്. ആ കരുത്ത് ഉപയോഗപ്പെടുത്തേണ്ടത് എവിടെയാണ്? ഖുർആനിനെ ഏറ്റെടുക്കാനാണ്. അങ്ങനെയാണല്ലോ, നിരന്തര പരിശീലനത്തിലൂടെയല്ലേ പവർ ലിഫ്റ്റിങ്ങും അങ്ങനെയൊക്കെ തുടങ്ങിയിട്ട് പലതരത്തിലുള്ള മത്സരങ്ങൾ നമ്മൾ കാണുന്നുണ്ട് അല്ലേ? എങ്കിൽ ഈ മത്സരം മനസ്സിന് കരുത്ത് പകരാൻ വേണ്ടിയാണ്, ഖുർആനിനെ ആവാഹിച്ചെടുക്കാൻ, അതിൻ്റെ ആന്തരികമായ കരുത്ത് ഉൾക്കൊണ്ട് ജീവിതത്തെ വെല്ലുവിളികളും പ്രതിസന്ധികളെയും അതിജീവിക്കാനുള്ള കരുത്താർജിക്കാൻ വേണ്ടിയാണ്. ഇന്നത്തെ കാലം നാനാഭാഗത്തു നിന്നും പലതരം വെല്ലുവിളികൾ നിറഞ്ഞൊരു കാലമാണ്. പ്രത്യേകിച്ച് മുസ്ലിം ഉമ്മത്തിനെ സംബന്ധിച്ചിടത്തോളം നാട്ടിലായാലും രാജ്യത്തായാലും ഇനി മറ്റ് വിദേശ നാടുകളിലായാലും എവിടെയായാലും ഇസ്ലാം പ്രതിചേർക്കപ്പെടുന്ന ഒരു കാലമാണ് അല്ലെ? ഇസ്ലാമോഫോബിയ എന്നൊക്കെ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നു. മാറ്റി നിർത്തപ്പെടുന്നു, സംശയത്തിന്റെ നിഴലിലാകുന്നു. എന്നിട്ട് ചിലപ്പോ ഇതാ നിങ്ങൾക്കെതിരിൽ അങ്ങനെ വരുന്നു ഇങ്ങനെ വരുന്നു എന്നൊക്കെ പറയും. ചാനലുകാരും സോഷ്യൽ മീഡിയ ഒക്കെ വിളിച്ചു പറയും. അപ്പോഴേക്ക് നമ്മൾ പേടിച്ച് എവിടെയെങ്കിലും മാളത്തിൽ ഒളിക്കാൻ നോക്കണം. ഖുർആൻ പറയുന്നൊരു വചനമുണ്ട്, മുൻഗാമികൾ നടപ്പിൽ വരുത്തിയത്. അല്ലദീന ഖാല ലഹുമുന്നാസ് ഇന്നന്നാസ ഖദ് ജമഉ ലക്കും ഫഖ്ശൗഹും. ആൾക്കൂട്ടങ്ങൾ പറയാണ്, ഇതാ ജനങ്ങൾ നിങ്ങൾക്കെതിരെ സംഘടിച്ചിരിക്കുന്നു, അവരെ പേടിച്ചോളണം കേട്ടോ, സൂക്ഷിക്കണം. അപ്പൊ എന്താണ് വിശ്വാസിയുടെ നിലപാട്? ഫസാദഹും ഈമാന, അവർക്ക് ഈമാൻ വർദ്ധിക്കുകയാണ്. ഫഖാലു ഹസ്ബുനല്ലാഹു വനിഅമൽ വക്കീൽ, ഞങ്ങൾക്ക് അല്ലാഹു മതി, അവനാണ് ഭരമേൽപ്പിക്കുവാൻ തവക്കുൽ ചെയ്യാൻ ഉത്തമൻ എന്ന് അവരുടെ ഖണ്ഡങ്ങളും മനസ്സകവും വിളിച്ചു പറയാണ്. അതാണ് ഖുർആൻ നൽകുന്ന ആന്തരികമായ കരുത്ത്. ഗസ്സ ഒരു പ്രതീകമാണ് നമ്മുടെ മുമ്പിൽ. കഴിഞ്ഞ റമദാനിൽ അവര് പ്രതിരോധ മുഖത്തായിരുന്നു. ഈ റമദാനിൽ അവർ വെടിനിർത്തലിന്റെ ശാന്തതയിലാണ്. പക്ഷെ അപ്പോഴാണ് ഭീഷണികൾ പിന്നെയും ഉണ്ടാകുന്നത് അല്ലെ? ഗസയിൽ നിന്ന് അവിടെയുള്ള കെട്ടിടാവശിഷ്ടങ്ങൾ മാത്രമല്ല, ആ ജനതയെ തന്നെ തുടച്ചു നീക്കിയിട്ട് സുഖവാസ കേന്ദ്രമാക്കാൻ പോവാണ് എന്നത്. പക്ഷെ ഒരു കുട്ടി അവിടെ നിന്ന് ഒരു വീഡിയോ ചെയ്ത് നിങ്ങൾ ശ്രദ്ധിച്ചിരുന്നോ? എന്താണ്? ഇതിനേക്കാൾ വലിയ ഫറോവമാരൊക്കെ വന്നിട്ടുണ്ട് മുമ്പ്. അങ്ങനെ വലിയ വീമ്പിളക്കിയിട്ട് കാടിളക്കി വന്ന ആളാണ്. പക്ഷെ ഒടുവിൽ നീന്തൽ അറിയാതെ മുങ്ങി ഒടുങ്ങിപ്പോയിട്ടുണ്ട് എന്ന് പറഞ്ഞൊരു കുഞ്ഞു ചിരിക്കുന്നുണ്ട്. എന്തൊരു കരുത്താണല്ലേ! അതാണ് സാമൂഹികമായ പ്രതിസന്ധികളെ അതിജീവിക്കുവാൻ ഖുർആനിക അധ്യാപനങ്ങൾ കൊണ്ടേ കഴിയുള്ളൂ. ഇങ്ങനെ അവനവന്റെ മനസ്സിൽ തുടങ്ങിയിട്ട് വ്യക്തിപരമായ വികാര വിചാരങ്ങളിലൂടെ വികസിച്ച് കുടുംബത്തിലേക്കും സമ്പത്തിലേക്കും സമൂഹത്തിലേക്കും സാമൂഹിക നാഗരിക വികാസത്തിലേക്കും അനുഭവപ്പെടുന്ന പ്രതിസന്ധികളിലേക്കും എല്ലാം ഖുർആൻ വചനങ്ങൾ ഇങ്ങനെ കടന്നു ചെല്ലുമ്പോൾ തീർച്ചയായിട്ടും അത് നമുക്ക് കൃത്യമായ ദിശാബോധം നൽകും. അതാണ് സൂറത്തുൽ ഇസ്രായിലെ പാരായണം ചെയ്തു വെച്ച വചനം, ഇന്ന ഹാദൽ ഖുർആൻ, നിശ്ചയം ഈ ഖുർആൻ യഹ്ദി ലില്ലതീ ഹിയ അഖ്വം, ഏറ്റവും ചൊവ്വായതിലേക്ക് വഴി കാണിക്കുന്നു എന്നാ പറഞ്ഞത്. മദ്യം നിഷിദ്ധമാണ്, അവസാന വാക്കാണ് അല്ലേ? അല്ലാതെ ഈ ചെത്തു തൊഴിലാളികൾ എന്ത് ചെയ്യും, അബക്കാരിമാർ എന്ത് ചെയ്യും, ഇങ്ങനെ ആലോചിക്കല്ല ചെയ്യുന്നത്. മറിച്ച് നിഷിദ്ധമായതിനെ നിഷിദ്ധമായി തന്നെ പഠിപ്പിക്കുകയാണ്. അതോടുകൂടി അത് അവസാനിച്ചു ആ അധ്യായം. സമൂഹത്തിന് ജീവിക്കുവാനും വളരാനും മറ്റു പല ബദൽ സംവിധാനങ്ങളുണ്ടല്ലോ. ഇങ്ങനെ ഒടുവിൽ ആത്യന്തികമായ പ്രയോഗങ്ങളാണ് ഖുർആൻ നിയമമായിട്ട് പഠിപ്പിക്കുന്നത്. പലിശയുടെ വിഷയത്തിലും അങ്ങനെ തുടങ്ങിയിട്ട് എല്ലാ കാര്യങ്ങളിലും അങ്ങനെയാണ്. ആ ഒരു ഋജുവായ നേർക്കുനേരായ നിലപാട് സ്വീകരിക്കാൻ ദൈവിക വചനങ്ങൾക്കല്ലാതെ മറ്റെന്തിനാണ് സാധിക്കാം? അതിനാൽ ജീവിതത്തോട് ചേർത്ത് വെച്ച് ഇനിയുള്ള നാളുകളിൽ വിശുദ്ധ ഖുർആനിനെ അറിയുവാൻ, ഉൾക്കൊള്ളുവാൻ കൂടുതലായി ശ്രമിക്കുക. എൻ്റെ നാഥൻ എന്നോട് എന്താണ് പറയുന്നത് എന്നറിയുക. അതിലേറ്റവും സുന്ദരമായ വചനങ്ങൾ
എനിക്ക് വേണ്ടി മാത്രം അവതരിച്ചത് എന്ന് അനുഭവപ്പെടുന്നവ ഹൃദയത്തിന്റെ അറകളിലേക്ക് എടുത്തു വെക്കണം, അല്ലേ? അപ്പോ തീർച്ചയായും അള്ളാഹുവിൻ്റെ നിരന്തര സാമീപ്യം ഈ വചനങ്ങളിലൂടെ നമുക്ക് അനുഭവപ്പെടുക തന്നെ ചെയ്യും. നാളെ അള്ളാഹുവിൻ്റെ മുമ്പിൽ 2 കാര്യങ്ങൾ നമുക്ക് വേണ്ടി ശുപാർശ ചെയ്യുമെന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒന്ന് നോമ്പാണ്. പടച്ചവനെ, പകലിലെ ക്ഷീണവും പ്രയാസങ്ങളും സഹിച്ച് അന്നപാനീയങ്ങൾ ഉപേക്ഷിച്ച് അവൻ എന്നെ പരിഗണിച്ചു, അതിനാൽ സ്വർഗം നൽകണേ. അതേപോലെ ഖുർആൻ ശുപാർശ ചെയ്യും, പടച്ചവനെ, പകലിലെ നോമ്പിലെ ക്ഷീണത്തോടൊപ്പം രാത്രി വേളകളിൽ ഇയാൾ ഉറക്കമൊഴിച്ച് എന്നെ അനുഭവിച്ചിരിക്കുന്നു, അതിനാൽ സ്വർഗപ്രാപ്തി നൽകണമേ എന്ന ശുപാർശയാണ്. ഇങ്ങനെ വലിയ ലക്ഷ്യങ്ങൾ മുൻനിർത്തിയിട്ട് വിശുദ്ധ ഖുർആനിനെ സ്വന്തം ജീവിതത്തിന്റെ ഭരണഘടനയായിട്ട് ഒന്നുകൂടി കയ്യിലെടുത്ത് വായിക്കൂ. തീർച്ചയായും വലിയ മാറ്റങ്ങൾ, നമ്മിൽ തന്നെ അത്ഭുതപ്പെടുത്തുന്ന മാറ്റങ്ങൾ നമുക്ക് കണ്ടെത്തുവാൻ സാധിക്കും. അള്ളാഹുവെ, അതിനുള്ള തൗഫീഖ് നൽകി ഞങ്ങൾ അനുഗ്രഹിക്കണേ നാഥ. യൂറോപ്പിന്റെ പല മേഖലകളിൽ നിന്നുമുള്ള സഹോദരങ്ങൾ നമ്മോടൊപ്പം പങ്കുചേരുന്നുണ്ട്. അള്ളാഹുവെ, എല്ലാവരെയും അനുഗ്രഹിക്കണേ നാഥ. ഹലാലായ ഉപജീവന മാർഗം തേടി തൻ്റെ ജന്മനാടും വീടും വിട്ട് പ്രവാസ ലോകത്ത് കഴിയുന്ന ആളുകളും കുടുംബങ്ങളുമാണ് റബ്ബേ. എല്ലാ നിലയിലും ഖൈറും ബർക്കത്തും ചെയ്യണേ നാഥ. എല്ലാ സതുദ്ദേശങ്ങളും സഫലീകരിക്കുവാൻ ഈ സഹോദരങ്ങൾക്ക് തൗഫീഖ് നൽകണേ റബ്ബേ. പരീക്ഷണങ്ങളിൽ നിന്ന് കാവൽ നൽകണേ നാഥ. ലോകത്തെവിടെയായിരുന്നാലും അള്ളാഹുവിൻ്റെ കലാമുമായി ചേർന്നു നിന്ന് അതിൽ നിന്ന് ദാഹം തീർത്ത് ചൊവ്വായ വഴി കണ്ടെത്തുവാൻ, ജീവിത വിജയം നേടിയെടുക്കുവാൻ ഞങ്ങൾക്കെല്ലാം തൗഫീഖ് നൽകണേ നാഥ. ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോമിൽ നമുക്ക് ഒരുമിച്ച് കൂടാൻ അവസരം നൽകിയ വെളിച്ചം യൂറോപ്പിൻ്റെ സാരഥികൾ, അതിനുവേണ്ടി പരിശ്രമിക്കുന്നവർ എല്ലാവരെയും അനുഗ്രഹിക്കണേ നാഥ. ഇന്നത്തെ ഈ മീറ്റിങ്ങിൽ നമ്മുടെ കൂടെയുള്ള സഹോദരങ്ങൾ, അതേപോലെ നാട്ടിലുള്ള മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ എല്ലാവരെയും അനുഗ്രഹിക്കണേ നാഥ. ഈ റമദാൻ ഏറ്റവും കാര്യക്ഷമമായിട്ട് വിശുദ്ധ ഖുർആനിനെ അനുഭവിച്ചുകൊണ്ട് ഉപയോഗപ്പെടുത്തുവാൻ തൗഫീഖ് നൽകണേ റബ്ബേ. റബ്ബന ആതിന ഫിദ്ദുനിയ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിന അദാബന്നാർ. റബ്ബന തഖബ്ബൽ മിന്ന ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.